സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ സ്പോർട്സ് ലേഖകൻ അൻസാർ രാജാണ്. അൻസാർ, നമസ്കാരം. നമസ്കാരം. അൻസാറെ, ഇന്ന് അൻസാറിനെ തന്നെ വിളിക്കാൻ ഉണ്ടായ കാരണം താങ്കളെപ്പോലൊരു സ്പോർട്സ് ലേഖകനോട് ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഈ അവസരത്തിൽ വേണ്ടതാണ്. നമ്മുടെ മാധ്യമത്തിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ ഇത് അറിയേണ്ടതാണ്. വിഷയം ഈ മെസ്സിയുടെ പേരിൽ, മെസ്സിയെ ഇതാ കളിക്കാനായി കൊണ്ടുവരുന്നു, മെസ്സി വരുന്നു. നമുക്കെല്ലാവർക്കും വളരെ ആഗ്രഹമാണ്, ആകാംക്ഷയാണ്. കേരളം കാത്തിരിക്കുകയായിരുന്നു മെസ്സിയുടെ വരവ്. അൻസാറെ, ശരിക്കും ഇതിൻ്റെ സംഘാടകർ, മുൻ മന്ത്രി ഉൾപ്പെടെ ഇതിനകത്ത് എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? താങ്കളുടെ നിരീക്ഷണത്തിൽ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും? തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ കുറച്ച് പത്രവാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു, പല ചർച്ചകളും നടന്നു കഴിഞ്ഞു, രണ്ട് ഭാഗക്കാരുടെ പ്രതിവാദങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനകത്ത് വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യം, 2-2.5 വർഷം മുമ്പ് അർജന്റീന ഖത്തർ ലോകകപ്പിൽ ചാമ്പ്യനായതിനു ശേഷം അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ ഒരു മത്സരത്തിന് ഇവിടെ വേദി ഒരുക്കാനും, അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിന് മറ്റേതെങ്കിലും ഒരു രാജ്യമായിട്ട് ഇവിടെ വേദി ഒരുക്കാനൊക്കെയുള്ള ഒരു ശ്രമം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അത് കേരള സർക്കാരിലെ അന്നത്തെ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുൾ റഹ്മാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിന്റെ ഒരു ശ്രമഫലമായി അദ്ദേഹം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളെ അദ്ദേഹം ഇമെയിലിൽ ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരുമായി സ്പെയിനിൽ പോയി അവരുമായിട്ട് ബന്ധപ്പെട്ടു. പലവിധ ചർച്ചകൾ നടന്നു. പിന്നീട് ഇതിനെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും സർക്കാർ കാശ് മുടക്കിയ, കാരണം ഇത് അർജന്റീനയെ പോലൊരു ടീം ഇവിടെ വന്ന് കളിക്കണമെങ്കിൽ കോടികളുടെ ചെലവാണ്. കാരണം അവർ മാച്ച് ഫീ ആയി 100 കോടി 110 കോടി രൂപയൊക്കെയാണ് മാച്ച് ഫീ വാങ്ങുന്നത്. അവർക്ക് കൊടുക്കണം. അവർക്ക് കളിക്കാൻ പറ്റുന്ന സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിനുള്ള ചെലവുണ്ടാകണം. മത്സരത്തിന്റെ നടത്തിപ്പ്, സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവരുടെ പോക്കുവരവ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എതിരാളികളായി വരുന്ന ടീമിനെയും ഇതേപോലെയൊക്കെ തന്നെ പരിഗണിക്കണം. കാരണം അവർക്ക് എതിരാളികളായിട്ട് നമുക്ക് കേരള പോലീസിനെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ഓസ്ട്രേലിയയോ ജപ്പാനെയോ ഖത്തറിനെയോ സൗദി അറേബ്യയെ പോലുള്ള ഒരു ടീമിനെ കൊണ്ടുവരണം. അപ്പോൾ ആ ടീമിന് ഇത്രയും മാച്ച് ഫീസ് കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സാമ്പത്തിക ചിലവ് വരുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാരിന് ബാധ്യത വരാതെ ഒരു സ്പോൺസറെ കണ്ടെത്തി ചെയ്യിക്കുമെന്നാണ് ആദ്യം മുതൽ കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഇത് പറഞ്ഞിരുന്നത്. അദ്ദേഹം ആദ്യം സ്പോൺസറായി എത്തിയത് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇത്രയും വലിയ സാമ്പത്തിക ചിലവ് അവർക്ക് കഴിയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു സ്പോൺസറായിട്ടും ഒരു റിപ്പോർട്ടേഴ്സ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വരുന്നു എന്നറിയിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ആശയക്കുഴപ്പങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇടയ്ക്ക് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ അവരുടെ വരുന്ന അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ, ഫിഫ സൗഹൃദ മത്സരങ്ങളുടെ വിൻഡോയിൽ ഇന്ത്യയിലെ കേരളം ഉൾപ്പെടുത്തി എന്ന് ഒരിക്കൽ അറിയിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ 2.5 വർഷം കഴിഞ്ഞിട്ടും മെസ്സിയോ അർജന്റീന ടീമോ കേരളത്തിലെത്തിയില്ല. അതിനിടയ്ക്ക് മെസ്സി ഡൽഹിയിൽ വന്നു, മഹാരാഷ്ട്രയിലെ ബോംബെയിൽ വന്നു, ഡൽഹിയിൽ വന്നു, കൽക്കത്തയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ, അർജന്റീന ടീമിലെ റോഡ്രിഗോ ഡി പോൾ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളൊക്കെ വന്നു. ആൾക്കാരുമായിട്ട്, കളിക്കാരുമായിട്ടും കാണികളുമായിട്ടും ഒക്കെ സംവദിച്ചു, സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്തു. അദ്ദേഹം ഇന്ത്യ വിട്ട് പോവുകയും ചെയ്തു. പക്ഷേ മെസ്സിയെ കൊണ്ടുവരാൻ അവർക്ക് മുമ്പേ ശ്രമിച്ച കേരളത്തിലേക്ക് മെസ്സിയും വന്നില്ല, അർജന്റീനയും വന്നില്ല. ഇത് ഒരു പഴയ സിനിമയിൽ പറഞ്ഞാണെങ്കിൽ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറയുന്ന കണക്ക് ഉള്ള അവസ്ഥയായിപ്പോയി. അപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ഒരു നടപടിയിലുള്ള പരാതി, അത് ഇത്തവണത്തെ സർക്കാർ അന്വേഷിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട്, മുതിർന്ന IAS ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ മെസ്സിയെ കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും വഴിവിട്ടതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിന്റെ പകർപ്പ് എനിക്ക് ലഭ്യമായ പകർപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. ആ പകർപ്പിനകത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യം, നിയതമായ രീതിയിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു ബാധ്യതയും അർജന്റീന ടീമിനെ കൊണ്ടുവരാനുള്ള യാതൊരു ഉത്തരവാദിത്വം അർജന്റീന സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലല്ല ചെയ്യുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ആധികാരികമായി ചർച്ചകൾ നടത്തേണ്ടത് സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷൻ വഴി, ദേശീയ ഫുട്ബോൾ അസോസിയേഷനൊക്കെ വഴി, ഫുട്ബോൾ ഫെഡറേഷൻ വഴിയൊക്കെ ആയിരുന്നു. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് മറ്റൊരു രാജ്യം കൂടെ വന്ന് കളിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അല്ലാതെ അത് ഇവിടുത്തെ കായിക മന്ത്രി, കേരളത്തിലെ കായിക മന്ത്രിയോ കേരളത്തിലെ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നും അല്ല അർജന്റീന ഇവിടെ വരണോ കളിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രിയും അല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങൾ അതിനകത്ത് ഉണ്ടായില്ല. മന്ത്രി സ്വന്തം താല്പര്യപ്രകാരം മെയിൽ അയക്കുന്നു, മെയിലിന് മറുപടി അയക്കുന്നു. അത് കേരളം ചെയ്യാൻ പോകുന്നു. അതിന് ഒരു സ്പോൺസറെ കണ്ടെത്തും.
സ്പോൺസറെ കണ്ടെത്തുന്നതിനകത്താണ് രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നത്. സ്പോൺസറെ കണ്ടെത്തിയതിൽ യാതൊരുവിധ സുതാര്യതയുമില്ല. കാരണം ഇങ്ങനെയല്ല ഒരു സ്പോൺസറെ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് കൃത്യമായി ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി ഇടപെടുന്നത്, സംസ്ഥാന സർക്കാരിന്റെ പൈസ ഇതിനകത്ത് പോകുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാർ കൂടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ തീർച്ചയായും അതിനകത്ത് ആരൊക്കെ സ്പോൺസറായി വരുന്നു, ആരതിന് പൈസ മുടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൂടെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. കാരണം 100 കോടി രൂപയിലധികം രൂപയാണ് ഇതിന് പ്രാഥമികമായിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് അടയ്ക്കേണ്ടി വന്നത്. അപ്പോൾ അവരത് അടയ്ക്കാൻ തയ്യാറായ ഒരു സ്പോൺസർ വരുമ്പോൾ 100 കോടി രൂപയല്ല, 100 രൂപ ഒരാൾ സ്പോൺസർഷിപ്പിന് വേണ്ടി ചെലവാക്കുന്നുവെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകേണ്ടത്? അല്ലെങ്കിൽ എന്ത് നേട്ടം അയാൾക്കുണ്ടാകും? എന്തുകൊണ്ട് അയാൾ ആ പൈസ അവിടെ ചെലവഴിക്കും എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരാളെ സ്പോൺസറെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അയാൾക്ക് സർക്കാർ എന്തെങ്കിലും അന്യായമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ അത് എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ? എന്തെങ്കിലും പ്രത്യേക അജണ്ട അതിനകത്തുണ്ടോ എന്നുള്ള സ്വാഭാവിക സംശയം ഉയരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്വാഭാവിക സംശയമാണ് ഉയർന്നിരിക്കുന്നത്. അത് ഇല്ലാതിരിക്കണമെങ്കിൽ കൃത്യമായ ടെൻഡർ നടപടികളിലൂടെ സ്പോൺസർമാരെ കണ്ടെത്തി കൃത്യമായ വ്യവസ്ഥാപിതമായ രീതിയിൽ അത് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതൊരു സംസ്ഥാന സർക്കാർ കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തീർച്ചയായും ആ ഒരു നടപടിയിലെ സാങ്കേതികമായിട്ടുള്ള ഈ ഒരു കുരുക്ക് അത് ചെയ്തത് ആരായാലും, അത് കായിക മന്ത്രി നേരിട്ടായാലും ക്യാബിനറ്റിന്റെ തീരുമാനമായാലും ഒക്കെ അതിൽ അവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് മെസ്സി വരാത്ത സാഹചര്യത്തിൽ നടക്കാതെ പോയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ നേരായ വഴിക്കല്ല നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. അത് ഈ ചില മാധ്യമങ്ങൾ പറയുന്നത് കണക്ക് കോടികളുടെ വെട്ടിപ്പോന്നോ തട്ടിപ്പോന്നോ പറയാൻ വേണ്ടിയിട്ട് അതൊരു അന്വേഷണം വന്ന് ഇഡിയോ അതുപോലെ സിബിഐയോ ആ വിജിലൻസോ ഒക്കെ അന്വേഷിച്ചതിന് ശേഷം ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിലയിരുത്തുമ്പോൾ മാത്രമേ നമുക്കതൊരു തട്ടിപ്പ് വെട്ടിപ്പ് അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയും. അതിനപ്പുറം ഈ അന്വേഷണ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരു എടുത്തുചാട്ടം ആയിപ്പോയി എന്ന്. പണ്ടാരോ കൊല്ലത്ത് പോയ കഥ പറയുന്ന കണക്ക് ചുമ്മാ ഇറങ്ങി പുറപ്പെട്ടു, കുറെ വീരവാദങ്ങൾ അടിച്ചു. ഇവിടെ മന്ത്രി ഇപ്പോഴും പറയുന്നത് ആ മന്ത്രിയുടെ അവകാശം പറഞ്ഞു കേരളത്തിന്റെ ഖജനാവിന് 5 പൈസയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. അത് ഭാഗികമായി അദ്ദേഹം പറയുന്നത് ശരിയാണ്. കാരണം ഇതൊരു സ്പോൺസറാണ്. പക്ഷെ ഭാഗികമായി ഇത് ശരിയല്ല എന്ന് മാത്രമല്ല, നഷ്ടം എന്നുള്ളത് എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒന്ന് സാമ്പത്തിക നഷ്ടമാണെങ്കിൽ സാമ്പത്തിക സാറേ നഷ്ടം ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാറേ. അതായത് തീർച്ചയായും സാറ് പറഞ്ഞു ഈ ഒരു സ്പോൺസറെ കണ്ടെത്തുന്നതിൽ ഇപ്പോൾ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ഒരു ചാനലിനെ ഇതിൽ സ്പോൺസറായി കൊണ്ടുവന്നതിലുള്ള ആ ഒരു ടെൻഡർ പോലും നൽകാതെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ കൊണ്ടുവരുന്നത്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ തട്ടിപ്പായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്? കാര്യം ഇങ്ങനെ ഒരാൾക്ക് മാത്രം എങ്ങനെ നൽകും? സംപ്രേഷണ അവകാശം ഒരാൾക്ക് മാത്രം നൽകിക്കൊണ്ട് അതിൻ്റെ സ്പോൺസറിങ് അവകാശം, അതിലൊരു വൻ സാമ്പത്തിക തിരിമറി, അവർക്കൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ ശ്രമിച്ചതാണോ എന്നൊരു സംശയം ഇപ്പൊ നമ്മള് തീർച്ചയായും മുഖ്യധാര അതാണ് ഞാൻ മാധ്യമങ്ങൾ പറഞ്ഞത്. അതിനെ നമുക്ക് അതിനെ തട്ടിപ്പെന്ന് അല്ല ശരിക്കും വിശേഷിപ്പിക്കേണ്ടത്. അതിനെ ഒരു സ്വജനപക്ഷപാതിത്വം പോലെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന പോലെയുള്ള ഒരു കാര്യമായിട്ട് അത് സാങ്കേതികമായിട്ട് അത് ശരിയല്ല. ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുമാണ് നമ്മൾ കണക്കുകൂട്ടേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരാൾ 100 രൂപ ചെലവാക്കുന്നുവെങ്കിൽ അയാൾക്ക് ഒരു ബിസിനസ്സുകാരൻ 100 ചെലവാക്കുമ്പോൾ 150 രൂപ അയാൾക്ക് തിരിച്ചു കിട്ടണം. ആ 150 രൂപ ഏത് രീതിയിൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 കാര്യത്തിലേക്ക് ഒരു സ്വകാര്യ കമ്പനിയെ കൊണ്ടുവരുമ്പോൾ എന്ത് വഴിവിട്ട സഹായമാണ് സർക്കാർ അവർക്ക് ചെയ്തു കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരും. അത് കണ്ടെത്തേണ്ടത് വിജിലൻസ് ആണ്. അതുപോലെ മറ്റുള്ള അന്വേഷണ സംഘങ്ങളാണ് അത് കണ്ടെത്തേണ്ടത്. കാരണം ഇപ്പോൾ റിപ്പോർട്ടറിന് നേരായ വഴിയിലൂടെ ഈ പറയുന്ന സ്പോൺസർ ആവാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് നേരായ വഴിയിലൂടെ അല്ല നടന്നതെന്നുള്ളതാണ്. കാരണം ഇത് സ്പോൺസറെ കിട്ടാതെ വന്നു. ഒരു സ്പോൺസർ പോയപ്പോൾ മറ്റൊരു സ്പോൺസറെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ ചെയ്തത് ഒരു താൽക്കാലിക തട്ടിക്കൂട്ട് മേൽവിലാസം ഉണ്ടാക്കി ഒരു പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിയുടെ പേരിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അതൊന്നുമല്ല ഇതുപോലുള്ള ഒരു വലിയ കാര്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്. അതല്ല ഇതിന്റെ സാങ്കേതികമായ നടപടിക്രമം എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ നടപടിക്രമം പാലിക്കാതെ ഇത് ചെയ്തു കൊടുത്തത് കൊണ്ട് അവർക്ക് എന്ത് സാമ്പത്തിക നേട്ടമുണ്ടായി, സംസ്ഥാന സർക്കാരിന് എന്ത് സാമ്പത്തിക നഷ്ടമുണ്ടായി, എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക അഴിമതികൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ വരുത്തണം. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വിജിലൻസിനെയും മറ്റ് കേന്ദ്ര ഏജൻസികളെയും ശുപാർശ ചെയ്തുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അൻസാറെ നമുക്കിതിൽ ഒരു വനിതയുടെ പേര് ഇതിൽ വരുന്നുണ്ട്. ഒരു വനിത ഇതിലെ ഇവരുടെ ഇടപാടുകൾ ഇപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ടും സർക്കാരുമായിട്ടും ഒക്കെ ഒരു വനിത ഈ മെയിലുകൾ അയച്ചതായിട്ടൊക്കെ ഉള്ള ഒരു വാർത്തയും വരുന്നുണ്ട്.
അതൊക്കെ ഇത്തരത്തിൽ ഇപ്പോൾ അൻസാർ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ കൂടെ ഇടപെടുന്ന നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ഇടപെടുന്ന, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇടപെടുന്ന, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഇടപെടുന്ന ഈ വിഷയത്തിലൊക്കെ എങ്ങനെ ഒരു തേർഡ് പാർട്ടി ഒരു വനിതയുടെ പേര് അവർ മെയിൽ അയച്ചു എന്നൊക്കെ പറയുന്നത്, അതും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ വിരോധം ആണോ? ശരിക്കും മെസ്സി എന്ന് പറയുന്ന ഒരു കായിക താരത്തിനെ കാണിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞൊരു വൻ പറ്റിപ്പ് തന്നെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ ആ വനിതയുടെ പേരിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് താങ്കൾക്ക് പറയാൻ കഴിയും? എന്തെങ്കിലും പറയാൻ കഴിയും? അങ്ങനത്തെ തീർച്ചയായും ആരാണ് ഞാൻ അവർ? ഞാൻ ഉം, ഉം, തീർച്ചയായും ഞാൻ ആ കാര്യത്തിലേക്കാണ് കടന്നു വരുന്നത്. നഷ്ടത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സാമ്പത്തിക നഷ്ടത്തിന്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് 13,00,000-ഓളം രൂപ ഉപയോഗിച്ച് കായിക മന്ത്രിയും കായിക സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടെ സ്പെയിനിൽ പോവുകയും പല ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തു. ഈ ചർച്ചകളൊക്കെ പരാജയമായിരുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അർജന്റീന വരാത്തത്. അപ്പോൾ പരാജയപ്പെട്ട ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ലക്ഷ്യം നിറവേറാത്തത് സർക്കാരിന് നഷ്ടം തന്നെയാണ്. അത് സാമ്പത്തിക നഷ്ടമായിട്ട് തന്നെ പറയേണ്ടി വരും. അതിനപ്പുറം ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ദാ മെസ്സി വരും, ദാ മെസ്സി വരും എന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നില്ലേ ഈ 2.5 കൊല്ലത്തോളം ചെയ്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ അത് പാലിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതൊരു പരാജയമല്ലേ? അതൊരു തെറ്റായ കീഴ്വഴക്കമല്ലേ? തെറ്റല്ലേ അത്? ആ ഒരു തെറ്റിനെയല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അതിലുപരി ഈ പറയുന്ന പിന്നെ ഫുട്ബോൾ അസോസിയേഷന്റെ അല്ലെങ്കിൽ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നെഗോസിയേഷൻസ് നടത്താനും, അവരെ ക്ഷണിക്കാനും, അവരെ കൊണ്ടുവരാനും അധികാരപ്പെട്ട ഇന്ത്യയിലെ ഏക സംഘടന ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ്. അതാണ് അന്താരാഷ്ട്ര കായിക നിയമം അനുസരിച്ച് ഫിഫയുടെ നിയമം അനുസരിച്ചും ഇന്ത്യയിൽ മറ്റൊരു ടീം വന്ന് കളിക്കണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ്. അത് കായിക മന്ത്രിയായിരുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ കായിക മന്ത്രി അല്ല. അപ്പൊ നമ്മുടെ കായിക മന്ത്രി അവിടെ പറ്റിപ്പോയ തെറ്റ് മെസ്സിയെ ഇവിടെ പ്രദർശന വസ്തുവായി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് പറയാമായിരുന്നു. മെസ്സിയെ ഇവിടെ കാണികളുമായിട്ട് സംവദിക്കാൻ എന്ന് പറയാമായിരുന്നു. മെസ്സിക്ക് കാശ് കൊടുത്താൽ മെസ്സിയുടെ ഏജന്റ് വഴി കാശ് കൊടുത്തു കഴിഞ്ഞാൽ മെസ്സി ഇവിടെ വരികയും പോവുകയും ചെയ്യും. അതിനുശേഷം കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ കണ്ടതുമാണ് മെസ്സി വന്നു പോയി. പക്ഷേ നമ്മുടെ കായിക മന്ത്രി ചെയ്തത് എന്താണ്? ഇന്ത്യയിൽ അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിന് വേദി ഒരുക്കാൻ നമ്മൾ തയ്യാറാക്കുക. അപ്പം വേദി ഒരുക്കാൻ നോക്കുമ്പോഴാണ് ആദ്യം അർജന്റീനയ്ക്ക് പൈസ കൊടുക്കണം. രണ്ടാമത് എതിരാളികൾക്ക് പൈസ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സ്റ്റേഡിയം തയ്യാറാക്കണം. അപ്പൊ കേരളത്തിലെ സ്റ്റേഡിയം കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ തന്നെ കളി നടത്തുമെന്ന് മന്ത്രിക്ക് വാശി. തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അതിന്റെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചപ്പോൾ അവർ അതൊക്കെ സമ്മതമായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് പറ്റില്ല. ഞങ്ങൾക്ക് മലപ്പുറത്തുള്ളവർക്ക് കളി വന്ന് കാണണമെങ്കിൽ കൊച്ചിയിലേ പറ്റൂ എന്ന് മന്ത്രി വാശി പിടിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ സ്റ്റേഡിയം. അപ്പോൾ കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര നിലവാരം പേരിൽ മാത്രമേ ഉള്ളൂ. അത് 10, 35 കൊല്ലമായിട്ട് അതിനകത്ത് യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മത്സരം നടക്കുമ്പോൾ പൂർണ്ണമായ കപ്പാസിറ്റിയിലേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു ഘട്ടത്തിൽ അത് വന്നിരുന്നു. പിന്നീട് സ്വാഭാവികമായി ഐഎസ്എല്ലിന്റെ തളർച്ച കാരണം ഐഎസ്എല്ലിൽ കാണികൾ 5000-ൽ താഴെയായിട്ട് ചുരുങ്ങിയതുകൊണ്ട് ഒരുവിധം മത്സരം നടത്താൻ പറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം വളരെ ശോചനീയമായ നിലയിലായിരുന്നു. അപ്പോൾ ഉടനടി അത് പരിഹരിക്കാനും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഒരു ടെൻഡറും കൂടാതെ ഒരു മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ അതിന്റേതായ നടപടിക്രമങ്ങളോ പാലിക്കാതെ വീണ്ടും ഇതേ സ്പോൺസർ തന്നെ ഏൽപ്പിക്കുന്നു. അതും സ്വാഭാവികമായിട്ട് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി. തീർച്ചയായും. ചട്ടപ്രകാരമല്ലാത്ത കാര്യമാണ്. അപ്പം ഒരാൾക്ക് എന്ത് കാര്യങ്ങളാണ് ഒരാൾക്ക് സർക്കാർ തലത്തിൽ കൊടുക്കേണ്ടത്, അത് വഴിവിട്ട രീതിയിൽ കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന്മേൽ അന്വേഷണം വരട്ടെ. അന്വേഷണം വരുമ്പോഴേക്കാണ് കാര്യങ്ങൾ അറിയുന്നത്. പിന്നീട് ഇതിനകത്ത് മെയിൽ അയച്ചത് വനിത മെയിൽ അയച്ചു, പുരുഷൻ മെയിൽ അയച്ചു. അതൊരു പ്രശ്നമേ അല്ല. കാരണം അധികാരപ്പെട്ടവരല്ല മെയിൽ അയച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മെയിൽ അയക്കേണ്ടത് സ്വാഭാവികമായിട്ടും അത് ഉദ്യോഗസ്ഥരാണ്. പറഞ്ഞ കാര്യങ്ങളിലായാലും ഏത് കാര്യങ്ങളിലും ഉദ്യോഗസ്ഥരാണ് അതിന്റെ അവസാനത്തെ ഒപ്പ് അല്ലെങ്കിൽ തുല്യം ചേർക്കേണ്ടത്. മന്ത്രിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മാത്രമേ ക്യാബിനറ്റിലുള്ള മന്ത്രിക്കായാലും മുഖ്യമന്ത്രിക്കായാലും കഴിയുകയുള്ളൂ. ഉദ്യോഗസ്ഥരാണ് ഉത്തരവിറക്കുന്നത്. ഗവർണർക്ക് വേണ്ടിയിട്ടായാലും തുല്യം ചേർക്കുന്നത് മിക്കവാറും അതിന്റെ രീതി അതാണ്. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികാരം മന്ത്രിക്കില്ല എന്ന് മന്ത്രി മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇത്രയും നാളും മലയാളികളെ പറ്റിച്ചു. മെസ്സി വരും, മെസ്സി വരും എന്ന് പറഞ്ഞ് മലയാളികളെ പറ്റിച്ചു. എന്നിട്ട് ഒടുക്കം പറഞ്ഞു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഞങ്ങളെ ഇത് പൈസ മേടിച്ചിട്ട് ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങളിതാ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ സ്പോൺസർമാർ പറഞ്ഞു. പക്ഷേ അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ അടച്ചു എന്നും അതിനുള്ള രേഖകളൊക്കെ ഉണ്ടെന്ന് അവരും പറയും. ശരിക്കും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടാൻ ഇപ്പോഴുണ്ടായ പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിലെ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചില ഉരുത്തിരിയൽ ആളുകളാണെന്ന് കരുതുന്നു. ഇവിടെ നമുക്ക് ചിന്തിക്കാം. കാരണം
റിപ്പോർട്ടർ ചാനൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു റിപ്പോർട്ടർ ചാനലിനെ ഒതുക്കാനാണോ ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു സംശയം അതൊരു വശം. അതിനെ അതെ, അതൊരു വശമാണ്. അത് അങ്ങനെ ഒരു വശമുണ്ട്. ആ ഒരു സംശയം ഉന്നയിക്കുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതെ. മുഖ്യമന്ത്രിക്കെതിരെയൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ചാനലുകൾ ഇത്തവണ ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരുമ്പോൾ, ആ ചാനലിനെ പൂട്ടാനുള്ള ഒരു ആയുധമാക്കി ഇതിനെ മാറ്റുമോ എന്നുള്ളതാണ്. കാരണം എൻ പ്രശാന്ത് ഈ കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കായിക മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1 മാസത്തോളമായെന്നാണ് അറിയുന്നത്. അത് കായിക മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ശരിക്കും ഇത് മുഖ്യമന്ത്രി ഇതിനകത്ത് നടപടി എടുക്കുകയോ ക്യാബിനറ്റിൽ വെക്കുകയോ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ എഴുന്നേൽപ്പിച്ചൊന്ന് പറയുകയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്രത്തിലൂടെ ഇത് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തിന് പുറത്തുവിട്ടു എന്നുള്ള ഒരു സംശയം കൂടി ജനിക്കുന്ന അതിന്റെ ആധികാരികതയും കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അൻസാർ, പ്രത്യേകിച്ച് പ്രശാന്ത് എന്ന് പറയുന്ന കഴിഞ്ഞ സർക്കാരിനെ ഇഷ്ടമില്ലാതിരുന്ന അവർ സസ്പെൻഡ് ചെയ്ത IAS ഓഫീസറാണ് ഇപ്പോഴത്തെ സ്പോർട്സ് സെക്രട്ടറി വന്നിരിക്കുന്നത്. അവിടെയും അതൊരു അതിനകത്തും ഒരു ഇല്ല. ചെറിയൊരു അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു എന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ ആ റിപ്പോർട്ടുകൾ ലഭ്യമായ പകർപ്പുകളിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം അദ്ദേഹം അതിന്റെ സാങ്കേതികതയാണ് ചൂണ്ടിക്കാണിച്ചത്, അതിന്റെ നിയമവശമാണ് ചൂണ്ടിക്കാണിച്ചത്. ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടതും. കാരണം ഇതിനകത്ത് ഏതൊക്കെ അല്ല, രീതിയിൽ ഞാൻ അങ്ങനെ ഒരു വശം ഉണ്ടാകും എന്നുള്ളത് കൂടെ ഞാൻ പറയുകയായിരുന്നു. അങ്ങനെ ഒരു വശവും പറയുന്നുള്ളവർക്ക് പറയാം. വ്യക്തിപരമായ അതെ, അതെ. വൈരാഗ്യത്തിലേക്ക് ഇത് പറയാനുള്ള ആധികാരികമായിട്ടുള്ള അറിവ് എനിക്കില്ല. അത് പ്രശാന്തൻ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള പ്രശാന്തനെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ പ്രശാന്തമായിട്ട് ആ ഒരു രീതിയിൽ എനിക്ക് പറയാൻ എനിക്ക് കഴിയില്ല. നമുക്ക് രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയൂ. വ്യക്തിപരമായ പരാമർശങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. ഒരിക്കലും ഞാനത് എൻഡോഴ്സ് ചെയ്യില്ല. എന്നെ ഒരു രീതിയിൽ രേഖകൾ മുന്നിൽ വെച്ച് ആ രേഖകൾക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഗവൺമെന്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തിപരമായി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അദ്ദേഹം ചട്ടത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് പകയുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള വിശകലനങ്ങൾ വരുന്നതായിരിക്കാം. പക്ഷേ ഇത് ഈ വലിയൊരു വിവാദമാക്കി ഇതിനെ പൊട്ടിപ്പുറപ്പെടുത്തി കൊണ്ടുവന്നതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷണങ്ങൾ വരട്ടെ. അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് മുമ്പ് ഏതായാലും മുഖ്യമന്ത്രിയുടെ അടുക്കലാണല്ലേ തീരുമാനം? അതെ, മുഖ്യമന്ത്രിയുടെ അടുക്കലേക്കായിരിക്കും ഇനി തീരുമാനം പോകുന്നത്. മുഖ്യമന്ത്രി തീരുമാനിക്കും എന്താ വേണ്ടതെന്നുള്ളത്. തീർച്ചയായും മുഖ്യമന്ത്രിയാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഗോൾ അടിക്കണമോ പുറത്തേക്ക് കളയണമോ എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കും. അതല്ല ഇതിനെ ഒരു ആയുധമാക്കി വെച്ച് ആ ഒരു തന്റെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എതിരാളികളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാക്കി അദ്ദേഹം കാണുന്നു. അതല്ല ഇത് ഒരു നടപടിയെടുത്ത് സംസ്ഥാനത്തിന് ഒരു നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം ഇനി ഒരിക്കലും മറ്റാരും ആവർത്തിക്കാത്ത രീതിയിൽ ഒരു പാഠമാകുന്ന രീതിയിൽ ഇതിന് വേണ്ട നടപടികളെടുത്ത് ചട്ടപ്രകാരം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് അദ്ദേഹം മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണവും അതിനൊക്കെ ഉപരി അത് ഉദ്യോഗസ്ഥർക്കും കായിക സംഘാടകർക്കും ഒക്കെ മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് ഇത് എത്തിക്കാൻ ഇത് വഴിയൊരുക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കായിക പത്രപ്രവർത്തന എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ഒരു ചോദ്യം കൂടെ. ശരിക്കും ഇതൊന്നും അറിയില്ലെങ്കിൽ ഈ പറയുന്ന ഒരു വല്ലാത്ത ഒരു നമ്മൾ അപഹാസ്യരായി പോവുകയല്ലേ? ഇപ്പൊ ഏത് സർക്കാർ ഭരിച്ചിരുന്നാലും ആര് ഭരിച്ചിരുന്നാലും ഇങ്ങനെ ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ പോയി ഇത് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ വൻ നാണക്കേടല്ലേ? അതുകൂടെ ഒന്ന് പറയൂ. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും ഇതിനകത്ത് ഏറ്റവും വലിയ നാണക്കേട് ഒന്നുമല്ല. കാരണം കേരളത്തിന്റെ കായിക രംഗത്തിന് മെസ്സിയുടെ വരവ് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ മെസ്സിയെ കൊണ്ടുവന്നാൽ ഇവിടെ എല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തിയത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി കോടികൾ പൊടിക്കാൻ സ്വകാര്യ സ്പോൺസർമാരെ തേടുന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ കായിക രംഗത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ പലതിലും കേരളത്തിന്റെ കായിക താരങ്ങൾക്ക് മത്സരിക്കാൻ പോകാൻ വണ്ടിക്കൂലി, അതായത് ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പൈസയിൽ അസോസിയേഷനുകൾ കളിക്കാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തത്. അതും ട്രെയിൻ ടിക്കറ്റ് ജനറൽ കമ്പാർട്ട്മെന്റിൽ തൂങ്ങി പിടിച്ച് പോകേണ്ടി വരുന്ന അവസ്ഥ. കേരളം എന്ന പേരെഴുതി ഒരു ജേഴ്സി ഇട്ടൊന്ന് കളിക്കളത്തിൽ ഇറങ്ങാനുള്ള അവസരമില്ലാത്ത അവസ്ഥ. അതുപോലെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലുകളിൽ ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടിയിരുന്ന മെനു ഉള്ള സ്ഥലത്ത് മെനു എടുത്ത് അടുപ്പിലിട്ട് കത്തിച്ച് വിറവ് കൊണ്ട് അതിന്റെ ചൂടിൽ ആഹാരം പാചകം ചെയ്ത് കഞ്ഞിവെള്ളം കുടിച്ച് കഴിയേണ്ടി വന്ന കായിക താരങ്ങളുടെ അവസ്ഥ, കായിക ഉപകരണങ്ങളില്ലാത്ത അവസ്ഥ. ഒടുവിൽ വന്ന് നോക്കുമ്പോൾ പുതിയ ഭരണം വന്ന് നോക്കുമ്പോൾ കായിക മന്ത്രി വന്ന് സ്പോർട്സ് കൗൺസിൽ പരിശോധിക്കുമ്പോൾ ഒരു മുറിയിൽ നിറയെ അട്ടിയിട്ടിരിക്കുന്ന പഴയ ജേഴ്സിയും സ്പോർട്സ് ഉപകരണങ്ങളും. അപ്പോൾ ഇത്രയും
കെടുകാര്യസ്ഥത കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് അതെല്ലാം പറഞ്ഞ് അതിലേക്കൊന്നും അഡ്രസ്സ് ചെയ്യാതെ മെസ്സിയെ കൊണ്ടുവന്നാൽ ഇവിടെ എല്ലാം അങ്ങ് ശരിയാക്കി കളയും. മെസ്സി വന്നാൽ ഇവിടെ സ്പോർട്സ് കേരളം ലോകകപ്പിൽ കളിക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ള അബദ്ധധാരണയിൽ മുഴുകിയ ആ ഒരു സർക്കാരിന്റെയും ആ ഒരു കായിക മന്ത്രിയുടെയും വലിയ തരത്തിലുള്ള മണ്ടത്തരമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കായിക മന്ത്രി എന്നല്ല, ഏത് മന്ത്രിയായാലും പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ അത് സംസ്ഥാനത്തിന് എത്രത്തോളം ഗുണകരമാകും, അത് സംസ്ഥാനത്തിന് ഏത് രീതിയിൽ നന്നായിട്ട് വരും, ഏത് രീതിയിലാണ് സംസ്ഥാനം ഏതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കാൻ ഈ ഒരു സംഭവം ഉപകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. താങ്ക് യു.